നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എനിക്കറിയില്ല കേട്ടോ, കുറെ നാളായിട്ട് ലോങ് വീഡിയോ എടുത്തിട്ട്. ഹായ് സുന്ദരി, ഹലോ, ചിരിപ്പിക്കോ നീ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മളൊരു വെറൈറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുക കേട്ടോ. എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് ഹണിമൂണിന് പോണ ടൈമായി. അതുകൊണ്ട് തന്നെ നമ്മളില്ലേ ഹണിമൂണിന് പോകാൻ വേണ്ടി കുറച്ച് ലോഞ്ച് റേസ് ഫ്രണ്ട്സിനെ കൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ എൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് കൂടുതലും ഇല്ലേ ക്യാഷ്വൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ കംഫി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഔട്ട്ഫിറ്റ്സ് ആട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടിട്ടല്ല, ഈ പറഞ്ഞ ലേസിൻ്റെയും കളർഫുൾ ഐറ്റംസും ബേബി ഡോൾസ് ഇതൊക്കെ ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അതിൽ ഞാൻ സീരിയസ്ലി പറയട്ടെ, അതൊക്കെ ആ ഒരു ഫാൻസി മോഡ് നമുക്ക് സൂക്ഷിക്കാൻ നല്ലതാണ്. പക്ഷെ നമുക്ക് കംഫി ആയിട്ടൊക്കെ ഇടണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലോഞ്ച് റേസും കാര്യങ്ങളൊക്കെ വേണം അല്ലേ. അപ്പോൾ അതുപോലത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഫ്രണ്ട്സിനെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിക്കാം കേട്ടോ. ഓൾറെഡി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ്, കാരണം ഇതൊക്കെ വൺ ടൈം യൂസ് അല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ തുടങ്ങിയാലോ അംഗം? ഓരോരുത്തരായിട്ട് നമുക്ക് വിളിക്കാം, വീഡിയോ കോൾ ചെയ്യാം, നോക്കാം അല്ലേ അവരുടെ പ്രിഫറൻസ് ഒക്കെ എന്താണ്, എന്തൊക്കെയാണ് എനിക്ക് സെലക്ട് ചെയ്ത് തന്നെ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഗംഗേനെയും അസ്റ്റേച്ചിനെ അബീനെ എല്ലാവരെയും നമുക്ക് വിളിക്കണം. അപ്പോൾ തുടങ്ങിയാലോ? സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് വീഡിയോ കോൾ വിളിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അവർക്കൊക്കെ ഓരോ ടാസ്ക് കൊടുക്കാം സെലക്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുടങ്ങിയാലോ? നമുക്ക് ആദ്യം തന്നെ ഇല്ലേ അസ്മി ചേച്ചിനെ വിളിക്കാം. ഓക്കെ, ഹായ് സുന്ദരീസ്. ഓ, ഒന്നും പറയണ്ട, വിശേഷം ഉണ്ട്, അത് പറയാൻ വേണ്ടിയാ വിളിച്ചത്. ചേച്ചി ചോദിക്കും ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. അതല്ല, ഞാനൊന്ന് ഹണിമൂൺ പോണേണ്ട, അപ്പൊ എനിക്ക് കുറച്ചൊരു ഹെൽപ്പ് വേണം. എനിക്ക് പോകുമ്പോഴത്തേക്ക് ഇടാനായിട്ട് ഇങ്ങനെ കുറച്ച് ലോഞ്ചർ എടുത്തു തരണം എനിക്ക്. സെക്സി സെക്സി. താങ്ക് യു. ഓക്കെ ഓക്കെ, ബൈ ബൈ, ലവ് യു. അപ്പൊ നമുക്കിനി അടുത്തതില്ലേ അനന്തുവിനെ വിളിക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട എന്താണ് അനന്തുവിനെ വിളിക്കുക എന്ന് പറയണത്. കാരണം ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണ്, അതുപോലെ അനന്തു സെറ്റിലാണ് കേട്ടോ. ട്രിവാൻഡ്രത്താണ് സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. നിർമ്മലാണ് ഇപ്പം, നേരത്തെ അർജുനാണെങ്കിൽ ഇപ്പം നിർമ്മലാണ് അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പം വിളിക്കാം ഞാൻ, വിളിച്ചിട്ട് ഞാൻ പറയാം സെറ്റ് ചെയ്ത് എനിക്ക് ഔട്ട്ഫിറ്റ് നമുക്ക് പോകാനുള്ള സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കാം. അപ്പോൾ നമുക്ക് വിളിക്കാം. ഓക്കെ, ഹലോ. എന്താന്നാ നമുക്കൊരു ഉപകാരം വേണം. നമ്മൾ ഹണിമൂൺ പോണേന്നല്ലോ, അപ്പൊ എനിക്ക് ഒരു ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്ത് തന്നെ. ഔട്ട്ഫിറ്റ് മീൻസ് ലോഞ്ച് ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് സെലക്ട് ചെയ്ത് തന്നെ. ഓക്കെ, സെറ്റ്. എങ്കിൽ ഓക്കെ, എനിക്ക് സെറ്റ് ചെയ്ത് തന്നെ അത്. പിന്നെ ആണെന്ത് എനിക്ക് ഭയങ്കര എന്താ പറയണ, ഇങ്ങനെ ലേസ് ഒക്കെ ഉള്ള അങ്ങനെ വേണ്ട. എനിക്ക് അനന്ത് അങ്ങനെ വേണ്ട, ഇഷ്ടമുള്ള എടുത്തോ. ഓക്കെ, സെറ്റാണോ? ഓക്കെ ഓക്കെ, ബൈ ബൈ. അനന്ത് വൻ വാഗ്ദാനങ്ങളൊക്കെ തന്നു പോയിട്ടുണ്ട് കേട്ടോ, മേടിച്ചിരാന്നൊക്കെ പറഞ്ഞിട്ട് ഔട്ട്ഫിറ്റ്. നമുക്കപ്പോൾ നോക്കാം. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആവട്ടെ ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഭയങ്കര സെക്സി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റി ആവണം എങ്ങനത്തെ ആയിരിക്കും ഓരോരുത്തർ സെലക്ട് ചെയ്ത് തന്നെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഗംഗേനെ വിളിക്കാം. ഗംഗേനെ വിളിച്ചിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാൻ പറയാം. അവളെന്നെ ടീസ് ചെയ്യുമെന്നുള്ള ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, വിളിച്ച് നോക്കാം. അപ്പോൾ അവളെന്താ സെലക്ട് ചെയ്ത് തന്നെ നമുക്ക് നോക്കാം, പറയാം അവളോട്. ഇവിടെ പോയി ചിരിപ്പിക്കോ നീ? എന്താണ് സ്റ്റാച്ചുവാ? എടി കാര്യമുണ്ട് അതിനെ വിളിച്ചത്. എടി, ഞങ്ങള് ഹണിമൂൺ പോവാൻ നേരത്ത് ഞങ്ങക്ക് ഇടാൻ വേണ്ടി ചിരിപ്പിക്കല്ലേ, ഇടാൻ വേണ്ടി ഞങ്ങൾക്കല്ല എനിക്കയ്യോ മാറിയപ്പോ എനിക്ക് ഇടാൻ വേണ്ടി എനിക്ക് ലോഞ്ച് സെലക്ട് ചെയ്ത് തന്നെ.
ആ സെറ്റാണോ? നീ എടുക്ക ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇങ്ങനെ ജിലായിട്ടുള്ള അങ്ങനത്തെ ഒന്നും വേണ്ട. എന്നാലും കുറച്ചിങ്ങനെ ലേസ് കുറച്ചൊക്കെ മതി. ലേസൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സെറ്റ് ചെയ്ത് തന്നാൽ മതി. ആ എനിക്ക് നീ വാട്സാപ്പ് ഇട്ടാ മതി, ഞാൻ ഓർഡർ ചെയ്തോളാം. ഗംഗ രക്ഷപ്പെട്ടത് പൈസ കൊടുക്കണം. മുത്താണ് നീ മേടിച്ചത് എനിക്കറിയാം, വേറെ കാര്യം. ആ ഓക്കെ അടി. ആ എനിക്ക് മാത്രം മതി, അത് പെണ്ണുങ്ങൾക്ക് മാത്രം കിട്ടുള്ളല്ലോ. അടി എനിക്ക് അയച്ചു എന്തായാലും കേട്ടോ. ലിങ്ക് ഇടുവോ അല്ലെങ്കിൽ നീ സ്ക്രീൻഷോട്ട് ഇടുവോ, എന്ത് വേണം ചെയ്താൽ മതി. ആ ഓക്കെ. ആ ഞാൻ സെറ്റ് ചെയ്ത് തരാം അടി. ഒക്കെ തരും എടി. അപ്പൊ എൻജോയ് ചെയ്. ആ ബൈ. നോക്കി ആരാ കൂടെ ഉള്ളേന്ന് ഞാൻ വീണ്ടും വീഡിയോയില്. അതെ അബി ആട്ടോ. അപ്പൊ ബാക്കി എല്ലാവരും വീഡിയോ കോൾ വിളിച്ചിട്ട് ഓരോന്ന് സെലക്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സെലക്ട് ചെയ്തോ. ഞാൻ ഇവിടെ വീട്ടിൽ വന്നറിഞ്ഞവൻ അപ്പൊ ഓടി വരുമല്ലേ. ഇപ്പൊ വിചാരിച്ച ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. എനിക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നോട്ടോ. അതുകൊണ്ടാണ്, കാരണം എന്റെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഇനി എടുത്തിട്ട് പോകാനായിട്ട് പണി. അപ്പൊ ഒന്ന് സെറ്റ് ആവണ വരെ എനിക്ക് ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്ത് സെറ്റ് ചെയ്യണം. ഓക്കെ അതൊക്കെ പോട്ടെ. അപ്പൊ കേട്ടില്ലേ ഇവിടെ എന്താണ് പ്രഹസനം എന്നുള്ള മനസ്സിലായില്ലേ? ഞാൻ ഒന്ന് ഹണിമൂൺ പോണേ. അപ്പൊ അതിന് വേണ്ടി എനിക്ക് കുറച്ച് ലോഞ്ച് ഡ്രൈ സെലക്ട് ചെയ്ത് തന്നെ ഇപ്പൊ തന്നെ എങ്കിൽ സെലക്ട് ചെയ്താലോ നമുക്ക്. കാരണം ബാക്കി എല്ലാവരും വീഡിയോ കോളിൽ കൂടി വിളിക്കാൻ നേരത്ത് അവര് സെലക്ട് ചെയ്യണമെന്നും കാണില്ല. എനിക്ക് ഇന്ന് കാണാലോ, കമന്റ് ഒക്കെ അടിക്കാം അവന്റെ ഓരോ സെലക്ഷനിൽ. അപ്പൊ തുടങ്ങാം അല്ലേ? ആ ചെയ്. നീ ഏതാ ആപ്പ് എടുത്തു തന്നിട്ട്? അയ്യോ ഗൈസ് സീരിയസ്ലി കേട്ടോ, കാരണം എല്ലാവർക്കും അറിയാം എനിക്ക് സിവാമേനോടുള്ള ഇഷ്ടം. പ്രോമിസ് സ്വെയർ എന്ത് വേണമെങ്കിലും ഞാൻ പറയാം, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സിവാമയുടെ ലോഞ്ച് റേസും സ്ലീവേഴ്സും കാര്യങ്ങളും. എനിക്ക് 2 വർഷം മുന്നേ ഉള്ള ബ്രാസ് ഒന്നും ഇതുവരെ ചീത്തായിട്ടില്ല. അതുപോലെ തന്നെ സ്ലീപ്പ് വെയർ ഒക്കെ ആണെങ്കിലും ഭയങ്കര കിടലം ക്വാളിറ്റി ഒക്കെ ഉള്ള, അതുകൊണ്ട് ഇവർക്ക് അറിയാം ഇട്ടിട്ട് വരാൻ നേരത്ത്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും വീട്ടിൽ വരാൻ നേരത്ത് അവർക്കും അറിയാം എൻ്റെ നൈറ്റ് വെയർ ചോയ്സ് ഇതൊക്കെ എന്താണെന്ന് കേട്ടോ. എനിക്ക് വേണ്ടി സെലക്ട് ചെയ്യാം. ഓക്കെ നീ എടുക്ക്, നോക്കാം നമുക്ക്. ഓഫേഴ്സ് ഉണ്ടല്ലേ ഇപ്പൊ നല്ല. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ സിവാമയില് ഇതേ ഗ്രാൻഡ് ലോഞ്ച് ഡേ ഫെസ്റ്റിവൽ നടക്കുക കേട്ടോ. ഗ്രാൻഡ് ലോഞ്ച് ഡേ ഫെസ്റ്റിവൽ നടക്കും, അതുകൊണ്ട് തന്നെ 50 to 80% ഒക്കെ ഓഫ് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല കുറെ ഉണ്ട് ഓഫേഴ്സ്. ബൈ വൺ ഗെറ്റ് 4 ഫ്രീ ഒക്കെ ഉണ്ട്. ഓഫേഴ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞു ഓഫേഴ്സ് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇല്ലേ ഗ്രാൻഡ് ലോഞ്ച് ഡേ ഫെസ്റ്റിവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇന്ത്യാസിലെ ബിഗ്ഗസ്റ്റ് ആണ്. കാരണം ഡീൽസും കാര്യങ്ങളും ഓഫേഴ്സ് കൊണ്ട് അൺബീറ്റബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഓരോ സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ സെലക്ട് ചെയ്യട്ടെ. പിന്നെ ഞാൻ പറയാണ് എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള ഇല്ലേ SIRGLF 25 യൂസ് ചെയ്തിരുന്നെങ്കിൽ എക്സ്ട്രാ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ സിവാമയുടെ വെബ്സൈറ്റിൽ കിട്ടും കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. കാരണം പർച്ചേസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ കൂപ്പൺ കോഡും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. ഇത് കൊള്ളാടാ. എനിക്കിത് ഇഷ്ടപ്പെട്ട് അബി. ഇത് കൊള്ളാട്ടോ, ഇത് നല്ല നൈസ് സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ചെക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ എനിക്ക് അയച്ചിട്ടത് കൊള്ളാം. 3-4 ദിവസത്തിന് ശേഷം ഇല്ലേ ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയാ ഇങ്ങനെ അതിന്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഓൾറെഡി ഒരു ബ്രായോ കാര്യങ്ങളോ എന്തൊക്കെ ഞാൻ പൊട്ടിച്ച് നോക്കി. ബാക്കി എല്ലാം ഞാൻ ഇങ്ങനെ പാക്കറ്റിലാക്കി തരാം നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ അൺബോക്സ് ചെയ്യാന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. അപ്പൊ തുറക്കാൻ നമുക്ക് ഓരോന്നായിട്ട്. പിന്നെ വേണ്ടോ, ഇതാണ് ഫസ്റ്റ് ഐറ്റം. ഇതെനിക്കില്ലേ അസ്വി ചേച്ചി സെലക്ട് ചെയ്ത് തന്ന ഐറ്റം ആട്ടോ. അതെ അസ്വി ചേച്ചി സെലക്ട് ചെയ്ത് തന്ന ഐറ്റാണ്. നല്ലൊരു ഇതാട്ടോ, ബ്രാ ടോപ്പാണ് ഇത്. ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി പാഡ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ നല്ല വെൽവെറ്റ് ടെക്സ്ചർ ആണ് ഇതിനുള്ള, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വെൽവെറ്റ് ടെക്സ്ചർ ആട്ടോ. അതുപോലെ ഇത് കണ്ടോ, ഈ നൂഡിൽ സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. ഇവൻ ഇത് നമുക്കില്ലേ ജാക്കറ്റിൻ്റെ ഒക്കെ അടിയിൽ ഇടാനായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പീസ് ആട്ടോ. ഇവൻ നമുക്ക് എപ്പോഴെങ്കിലും ബ്രാ വേണ്ട, നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരൊറ്റ ടോപ്പ് ഇടാം. നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ കൂടി ഇട്ടിട്ട് നടക്കാം. ഇത് നമ്മുടെ ഷോർട്സിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ ഇടാം. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇത് കണ്ടോ, നല്ല സ്ട്രെച്ചബിളും ആട്ടോ. ബാക്ക് സൈഡ് കൊള്ളാല്ലേ കാണാനായിട്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഐറ്റം. അസ്വേച്ചിനെ പോലെ തന്നെ. പിന്നെ എനിക്ക് അസ്വേച്ച് സെലക്ട് ചെയ്തത് ഒരു മെറൂൺ ബ്രായാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പക്ക റെഡ് എടുക്കണേക്കാളും ഇല്ല ഇത് നല്ലൊരു ചോയ്സ് ആയിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടിട്ടല്ല, റെഡ് ആകുമ്പോഴത്തേക്കും ഇല്ലേ ഒട്ടുമിക്ക പിന്നീടുള്ള കാര്യമായിട്ട് ഞാൻ പറയണേ, ഒട്ടുമിക്ക ഔട്ട്ഫിറ്റ്സിനും പിന്നെ ഇടാനായിട്ട് പറ്റില്ല. മെറൂൺ ആണെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് നല്ല രസമുള്ള ഒരു പാഡഡ് ആയിട്ടുള്ള ടീഷർട്ട് ബ്രാ ആട്ടോ ഇത്.
പക്ഷെ അത്യാവശ്യം നല്ല ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട്, ചെറിയൊരു ലേസ് ഡീറ്റെയിലിംഗ് ഉള്ളതുകൊണ്ട് ഒരു സെക്സി ലുക്കും ഉണ്ട് ഈ ഒരു ബ്രായ്ക്ക്. പിന്നെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ബട്ടർ പോലെ ഇരിക്കണ മെറ്റീരിയൽ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇതുണ്ടോ, ഡബിൾ ഹുക്ക് പാറ്റേൺ ആട്ടോ ബാക്ക് സൈഡിൽ വന്നേക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രാപ്പൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. നമുക്കിപ്പോൾ അത്യാവശ്യം ഹെവി ബ്രസ്റ്റൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ടൈപ്പ് ഓഫ് സ്ട്രാപ്പായിട്ട് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും ബ്രായ്ക്ക് ശ്രദ്ധിക്കണേ ഈ വേസ്റ്റിൻ്റെ ഈ ബാൻഡാണ് കേട്ടോ. കാരണം അത് എത്തി ഫ്ലാറ്റ് ആയിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇത് അതുപോലത്തെ ഒരു കിഡിലും പ്രായമാട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. കൂൾ ഐറ്റം. സെക്സിയാണോ? സെക്സിയാണ്. കംഫിയാണോ? കംഫിയാണ്. അതുപോലത്തെ ഒരു പ്രായമാട്ടോ ഇത്. പെർഫെക്റ്റ് ചോയ്സ്. നെക്സ്റ്റ് ഗംഗ സെലക്ട് ചെയ്ത് തന്ന ഒരു ബ്രായാണോ എന്താണ് ഐറ്റം എന്നുള്ളത് നമുക്ക് നോക്കാം. ടോപ്പാണോ? ഞാൻ നോക്കാൻ പൊട്ടിച്ചില്ലായിരുന്നേ, നോക്കട്ടെ. ഓക്കെ, ഇതൊരു ബ്രായാട്ടോ, നല്ല കംഫി ആയിട്ടുള്ള ബ്രാ. ഞാൻ ഇല്ലേ, എനിക്ക് ഇതിന് മുന്നേ ഇതുപോലത്തെ ബ്രാസ് 2-3 ഉണ്ട് കേട്ടോ. വീട്ടിൽ കൂടിയൊക്കെ ഇടാനായിട്ട് ഇത് അടിപൊളിയാണ്. എന്നാൽ കൂടി ഇല്ല, ഇത് ലേസ് ഡീറ്റെയിലിംഗ് വന്നേക്കണം. ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ മെറ്റീരിയൽ ലേസ് ഡീറ്റെയിലിംഗ് വന്നേക്കണ ടൈപ്പ് ഓഫ് ഈ ഒരു ബ്രാ കാണണം കേട്ടോ. ഇത് പെർഫെക്റ്റ് ആയിട്ടോ ഹണിമൂണിനൊക്കെ പോകാൻ നേരത്ത് കംഫി ആയിട്ടിരിക്കാൻ. സീരിയസ്ലി ഇത് ഭയങ്കര സെക്സി ലുക്ക് തന്നെക്കാളും കംഫി ലുക്ക് തന്നെ ഒരു പ്രായമാണ്. ഓൾസോ നല്ല ഒരു എന്താ പറയുക, ഒരു സെക്സി ഫീലും കാര്യങ്ങളും ഒക്കെ ഇതിനുണ്ട് കേട്ടോ. പിന്നെ ന്യൂഡ് ഷെയ്ഡ് ആയതുകൊണ്ടിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ അടിയിലിടാൻ കൊള്ളാട്ടോ. അവർക്ക് അറിയാം, എൻ്റെ ചോയ്സ് അറിയാം, അതുകൊണ്ടാണ്. ഇതുണ്ടോ, നല്ല കപ്പ് കൊണ്ടിട്ട് ഇതിനുള്ളിൽ. കപ്പ് ലൈറ്റ്ലി പാഡഡ് ആയിട്ടുള്ള കപ്പാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വിസിബിൾ ആയിട്ടുണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഓരോ ലൈൻസും സീംസും ഇല്ല, അതൊന്നും വിസിബിൾ അല്ലാത്ത ടൈപ്പാണ്. ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ. ഈ ബ്രായുടെ ബോണ്ടഡ് ടീഷർട്ട് ബ്രാ എന്നാട്ടോ. പാഡഡ് ആണ്, നോൺ വയേർഡ് ആണ്, ബോണ്ടഡ് ബ്രാ കേട്ടോ. ബോണ്ടഡ് മീൻസ് എന്താ എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഇത് മറ്റേ ഇൻവിസിബിൾ ആയിരിക്കും. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിസിബിൾ ലൈൻസ്, ഇൻവിസിബിൾ എന്നല്ല പറയാം, വിസിബിൾ ആയിട്ട് ലൈൻസ് ഒന്നും കാണില്ല കേട്ടോ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഐറ്റം ആണിത്. ലേസും ഉണ്ട് കണ്ടോ. ഞാൻ അവർക്ക് പറഞ്ഞിരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ലേസ് വേണം, ഞാൻ തന്നെ ഹണിമൂണിന് പോകാൻ വേണ്ടിയാണ്, കുറച്ച് എന്താ പറയുക പിന്നീട് യൂസ് ചെയ്യാൻ പറ്റണം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നതുകൊണ്ടാണ് അവരെനിക്ക് ഇതുപോലത്തെ സെലക്ട് ചെയ്ത് തന്നത്. നല്ലൊരു, പിന്നെ ബാക്കിൽ ഭയങ്കര സപ്പോർട്ടായിട്ട് നോക്കി, എത്ര ഹുക്കാന്ന് നോക്കി, 4 ഹുക്ക് സപ്പോർട്ടിലാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ഇല്ലേ ഭയങ്കര ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇങ്ങനെ അവിടെ ഇവിടെയും പിടിക്കണം അങ്ങനെ ഒന്നും തോന്നില്ല. നല്ല കംഫി ആയിട്ടുള്ള, അതുപോലെ തന്നെ കൂളായിട്ടുള്ള, തന്നെ ന്യൂഡായിട്ടുള്ള എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഇടാൻ പറ്റുന്ന ഒരു ബ്രായത്. പിന്നില്ലേ അബി സെലക്ട് ചെയ്ത് തന്ന ഒരു ഐറ്റം കേട്ടോ. എനിക്കറിയാം ഇത് അവൻ സെലക്ട് ചെയ്താൽ ഞാൻ കണ്ടോണ്ട സെലക്ട് ചെയ്ത കേട്ടോ. എനിക്കും അവനും കൂടി ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു നൈറ്റ് വെയർ അങ്ങോട്ട് എടുക്കുക ചെയ്തത്. കാരണം നൈറ്റ് വെയറും വേണമല്ലോ രാത്രി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ അനന്തുവിന് സാറ്റിൻ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എപ്പോഴും പറയും ചൂടെടുക്കണം എന്ന് പറയാൻ മെറ്റീരിയൽ. കാരണം അത് എനിക്ക് ഓൾറെഡി രാത്രിയാകുമ്പോൾ ബോഡിക്ക് ഭയങ്കര ചൂടാട്ടോ. അതുകൊണ്ട് സാറ്റിൻ മെറ്റീരിയലും കൂടി ഇടുമ്പോൾ എന്നെ ഭയങ്കര ചൂടാണെന്നാണ് പറയണത്. അതുകൊണ്ടിട്ട് ഞാൻ എപ്പോഴും നൈറ്റ് വെയർ കോട്ടൺ ആണ് ഓപ്റ്റ് ചെയ്യാറ്. പിന്നെ എനിക്കും സുഖം, ഞാൻ തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോൾ മാത്രം കേട്ടോ സാറ്റിൻ ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ ഇടണം. പകരം അത്യാവശ്യം ട്രോപ്പിക്കൽ വെതറൊക്കെ ആണെങ്കിൽ എനിക്ക് ഇതുപോലത്തെ കോട്ടൺ മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. ഈവൻ നമ്മുടെ ഈ ക്ലൈമറ്റിനും ഇങ്ങനത്തെ മെറ്റീരിയൽ അടിപൊളിയാണ്. ഇതാണ് അബി എടുത്തു തന്ന ഐറ്റം. നല്ല മെറ്റീരിയൽ ആയിട്ട്, കോട്ടന്റെ പ്രീമിയം കോട്ടൺ എന്ന് പറയും. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഒരു എന്താ പറയുക പ്രത്യേക ഒരു ലിനൻ പോലത്തെ ഒരു ഫാബ്രിക്. ലിനൻ അല്ല കേട്ടോ, കോട്ടൺ തന്നെയാണ്. പക്ഷെ ആ ഒരു ഫീൽ വരണ ഒരു ഫാബ്രിക് കേട്ടോ. നല്ല 2 പീസ് സെറ്റ് ആണ്. എനിക്കിപ്പോൾ ഈ ഇടയായിട്ടില്ല ഇങ്ങനെ ചെക്സ് ഭയങ്കര ഇഷ്ടമാട്ടോ നൈറ്റ് വെയറിൽ വരണ. ഇതുണ്ടോ, നല്ല ഒരു എന്താ പറയുക ഫുൾ സ്ലീവ് ആയിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ ഉള്ള പിങ്ക് കളറുള്ള ഒരു ഐറ്റം ആട്ടോ ഇത്. ഇതുണ്ടോ, കോളർ വന്നിട്ടുണ്ട്, ഫുൾ സ്ലീവ് ആണ്, ഫുൾ ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് ഇതിലുണ്ട് കണ്ടോ. ഷർട്ട് പോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ പൈജാമ വന്നേക്കുന്നത്, അതായത് പാൻസ് ആണ്. പാൻസും നല്ല ഫുൾ ലെങ്ത് ഉള്ളതാണ്. അതുപോലെ നമ്മുടെ വേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രോ സ്ട്രിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എലാസ്റ്റിക് ആണ് വേസ്റ്റ്. ഇത് കാണുമ്പോൾ തന്നെ, ഇത് പിടിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് കംഫിയാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല പിങ്ക് ഷെയ്ഡുള്ള, അതിൽ വന്നിട്ട് ബ്രൗൺ ലൈൻസ് ഒക്കെ ആയിട്ടുള്ള വൈറ്റും ബ്രൗണും ഒക്കെ കൂടിയുള്ള ചെക്കും എല്ലാം കൂടി ആയിട്ട് ഒരു കിഡിലൻ പൈജാമ സെറ്റ്. ഇത് സീരിയസ്ലി രാത്രി കിടന്ന് ഉറങ്ങാൻ വേണ്ടി ഭയങ്കര കംഫി ആയിരിക്കും. ഇടാനായിട്ട് എനിക്ക് കൊതിയാവണം ഇതെല്ലാം.
അനന്തും എനിക്ക് ചൂസ് ചെയ്ത് തന്നത് ഈ ഒരു ഐറ്റം ആട്ടോ. ഇതില്ലേ കോർസെറ്റാന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇത് ഓപ്പൺ ചെയ്തില്ല. നോക്കട്ടെ കേട്ടോ എങ്ങനെ ഇരിക്കണേന്ന്. ഇത് മറ്റേ നമ്മളുടെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലിലാട്ടോ ഇത് വന്നേക്കുന്നത്. കൊള്ളാട്ടോ ഈ ഒരു ഐറ്റം. പേപ്പർ അത്. ഓ, ജീൻസിനൊക്കെ ഇടാൻ നല്ല ആട്ടോ. നല്ല ട്രോപ്പിക്കൽ ക്ലൈമറ്റിലൊക്കെ പോകാൻ നേരത്ത് നമുക്ക് ടോപ്പ് ആക്കി ഇടാൻ വേണ്ടിയിട്ട് ഇത് കിഡിലൻ ഐറ്റാണ്. പക്ഷെ ഇതിന് പാഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു ടോപ്പ് പോലെ മാത്രമായിട്ട് വന്നേക്കണം. ഇതിൻ്റെ കൂടെ സ്ട്രാപ്ലെസ് ബ്രാ ഒക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഈവൻ ഒരു ലൈറ്റ് ബ്ലൂ കളർ ജീൻസിൻ്റെ കൂടെ ആണെങ്കിൽ ഇത് ഭയങ്കര രസം ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. നല്ലൊരു സ്കാർഫ് ഹെയർ സ്റ്റൈലൊക്കെ ആണെങ്കിൽ ഇതൊരു ഭയങ്കര ഗേളി വൈബുള്ളതാണ്. ഫ്ലോറലാണ്. അനന്തുവിന് അറിയാം എൻ്റെ ഫ്ലോറൽ ഐറ്റംസിനോടുള്ള പ്രണയം എന്താണെന്നുള്ളത്. കാരണം ഞാൻ എന്തെടുത്താലും ഇത് എന്തിനുദാഹരണം ഞാൻ ഇപ്പോൾ ഇട്ടേക്കണ ഐറ്റം നോക്കിയാൽ ഫുൾ ഫ്ലോറലല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ പേസ്റ്റൽ ഫ്ലോറൽ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബ്ലൂവും ആ ഒരു പിങ്കും പീച്ചാട്ടോ. ഇത് പീച്ചും കൂടെയുള്ള ആ ഒരു കോമ്പിനേഷൻ കിടുവാണ്. ബാക്കിൽ നോക്കിക്കേ, ഇത് കണ്ടോ, ഇതുപോലെ കുറേ ഇങ്ങനത്തെ ഹുക്സ് വരുന്നുണ്ട്. കോർസെറ്റ് ഓൾറെഡി അങ്ങനെയാണല്ലോ, അങ്ങനത്തെ ഒരു ഐറ്റം ആയിട്ട്. ഇത് കോർസെറ്റ് ടോപ്പാണ്. ഭയങ്കര എന്താ പറയുക, ക്യൂട്ട് ലുക്ക് തരുന്ന ഒരു ഐറ്റം ആണ്. അതുപോലെ തന്നെ നമുക്ക് ബോഡിക്ക് സ്ട്രക്ചർ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ആളുകൾ യൂസ് ചെയ്തിരുന്നതാണ് ഈ കോർസെറ്റ്. ഇപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡാണ് കോർസെറ്റ്. അതുപോലെ തന്നെ ഒരു കോർസെറ്റ് എനിക്ക് അനന്ത് ഓർഡർ ചെയ്ത് തന്നേക്കണമെന്നുണ്ട്. ഇവിടെ ഒരു കട്ടിങ് കണ്ടോ, പോലൊരു കട്ടിങ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ ആട്ടോ ഇങ്ങനെ വരും. ഭയങ്കര രസമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ്. നല്ല മെറ്റീരിയൽ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. ഇത്രേ ഉള്ളൂ. ഇത് ഹണിമൂണിന് കൊണ്ടുപോകാനും അടിപൊളിയാണ്. കാരണം ബാഗിൽ ഇത്രയോ സ്ഥലം ആക്കൂടി എടുക്കുള്ളൂ. കണ്ടോ, കൊള്ളാം അല്ലേ? നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലോറൽ പീച്ച് ബ്ലൂ ആയിട്ടുള്ള വെറൈറ്റി. പിന്നെ എക്സ്ട്രാ ആയിട്ടില്ലേ, ഞാൻ മേടിച്ച ഒരു 2 ഐറ്റം കേട്ടോ. നമ്മളിപ്പോൾ എന്തായാലും ട്രിപ്പൊക്കെ പോകാൻ നേരത്ത് ഞാൻ ചിലപ്പോൾ ബോഡിക്കോൺ ഡ്രസ്സൊക്കെ ഇടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഷേപ്പ് വെയർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കല്യാണത്തിൻ്റെ ഒക്കെ സമയത്ത് ഞാൻ പെർഫെക്റ്റ് ഡയറ്റിലായിരുന്നു. എല്ലാം നല്ല മിനിമലായിട്ട്. അതുപോലെ തന്നെ റിസൾട്ടും കിട്ടിയിട്ട് എനിക്ക് കല്യാണത്തിൽ ലക്ഷ്മി ചേച്ചിയുടെ സീരിയസ്ലി ആ ഒരു ഗൈഡൻസ് കൊണ്ടാട്ടോ ഞാൻ അത്രയും സെറ്റായത്. പിന്നെ ഇപ്പം ഞാൻ ഒത്തിരി ഫുഡൊക്കെ അടിയിലൊക്കെ ഇത്തിരി ഉഴപ്പാണ്. അതുകൊണ്ടിട്ട് ഷേപ്പ് വെയർ വെക്കണം നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം ഭക്ഷണം കണ്ടാൽ ഞാൻ ഒരു പ്രാന്തിയായിട്ട് മാറും ഗൈസ്. അതുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര കൊതിയാണ് ഭക്ഷണത്തിനോട്. ഇങ്ങനെ നല്ല നല്ല ഭക്ഷണത്തിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഓരോ സാധനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഷേപ്പ് വെയറും കൂടി എടുത്തിട്ടുണ്ട്. കാരണം ബോഡിക്കോൺ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഷേപ്പ് വെയർ ഇപ്പം ഇവൻ നല്ലൊരു ഷേപ്പിലിരിക്കുന്ന ആളാണെങ്കിൽ കൂടി ബോഡിക്കോൺ ഡ്രസ്സ് ഇടാൻ നേരത്തെ ഷേപ്പ് വെയർ ഇട്ട രസം ഉണ്ടാവും കേട്ടോ. ആ ഒരു ഫ്ലോ ഉണ്ടാവും ബോഡിക്ക്. അതുകൊണ്ടിട്ട് ഇത് കണ്ടോ, ഈ ഒരു ഷേപ്പ് വെയറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇവരുടെ സിവാമയുടെ ഷേപ്പ് വെയർസ് അടിപൊളിയാട്ടോ. കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ നമ്മുടെ ബോഡി നല്ല അടിപൊളിയായിട്ട് സിഞ്ച് ചെയ്യും. ഇവൻ സാരി ഷേപ്പ് വെയർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ ഒരു ഷേപ്പ് വെയർ ന്യൂഡ് ഷെയ്ഡ് എടുത്തേക്കണം. കാരണം എല്ലാ ഡ്രസ്സിൻ്റെയും അടിയിലിടാൻ വേണ്ടിയിട്ട് ന്യൂഡ് ഷെയ്ഡ് ഇസ് എ മസ്റ്റ് ഗൈസ്. അതുകൊണ്ടിട്ട് ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇതൊരു പാൻറ് സ്റ്റൈലാട്ടോ. പാൻറ് സ്റ്റൈൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രാപ്പ് വന്നിട്ട് ഇവിടെ നിന്നേ ഷേപ്പ് വരുന്ന ടൈപ്പ് ഓഫ് ഒരു ഐറ്റാണത്. കൊള്ളാം എന്തായാലും ഇത്. വേണ്ട, നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുമെന്ന്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറൂട്ടാ. കാരണം എൻ്റെ ഇതാണ് ലെഗിങ് ആണെന്ന് തോന്നണം കേട്ടോ. ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പയ്യ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. വർക്കൗട്ട് ലെഗിങ് ആണെന്ന് തോന്നുന്നു. ഷോർട്സ് ആണ് ഗൈസ്, ജിം ഷോർട്സ് ആട്ടോ. ഞാൻ എപ്പോഴും ആലോചിക്കും, കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഒരു ജിം ഷോർട്സ് എടുക്കണം എന്നുള്ളത്. കാരണം ഇല്ലേ, എപ്പോഴും ലെഗിങ് ഇട്ടിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നി ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ച് കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ചെയ്യണം എന്ന് തോന്നി. കാരണം നമ്മൾ ഡ്രസ്സപ്പ് ചെയ്ത് പോകുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടുമല്ലോ. ചില സമയത്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടി നമ്മൾ ജിമ്മിൽ പോകുന്ന ദിവസങ്ങളുണ്ട്, ഒട്ടും മോട്ടിവേഷനുള്ള ദിവസങ്ങളിൽ. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഇടാനത് ഭയങ്കര നല്ലതാണ്. സിവാമയുടെ സെലോസിറ്റി എന്ന് പറയുന്നത് അവരുടെ അത്ലേഷർ ബ്രാൻഡാണ് കേട്ടോ, ഈ ഒരു സെലോസിറ്റി എന്ന് പറയണത്. അപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ തന്നെ ഓൺ ദ മൂവ് എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ടൊക്കെ കൂടിയുള്ള ഒരു ജിം ഷോർട്സ് ആണ്. ഒരു ലൂസ് ടീഷർട്ടിൻ്റെ കൂടെയൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടി കിഡിലാണ്. സ്നീക്കേഴ്സൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഒരു ലാവൻഡർ, ബേൺഡ് ലാവൻഡർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പേർപ്പിളോ ഈ ഒരു ഷെയ്ഡാട്ടോ നമ്മൾ ചൂസ് ചെയ്തത് ഇടാൻ വേണ്ടിയിട്ട്.
കൊള്ളാം, നല്ല സ്ട്രെച്ചബിൾ ആണ്. അതുപോലെ തന്നെ ബാൻഡ് സൈസ് ഒക്കെ നല്ല വീതി ഉള്ളതുകൊണ്ട് തന്നെ വയറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ടൈറ്റ് ഫീൽ തോന്നൂല, നല്ല കംഫി ആയിട്ടുണ്ടാവും ഇടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ബാൻഡ് കളർ വന്നിട്ട് ബ്ലാക്ക് ആട്ടോ വന്നേക്കുന്നത്. ഇങ്ങോട്ട് ഈ ഒരു ബേൺഡ് ഒരു ഷെയ്ഡും വന്നിട്ടുണ്ട്. ഗ്രേ ആണെന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഈ ഷെയ്ഡ് ഒരു പ്രത്യേക ഒരു കളറാണ്. അപ്പോൾ ഇതാണ് എനിക്ക് വേണ്ടി മേടിച്ച ഒരു ഐറ്റം. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് അയച്ചു തന്നത് കേട്ടോ. വെള്ളിയാണെന്ന് മൊത്തം. അപ്പോൾ കുറേ നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഓരോന്നും ഓരോ സ്റ്റൈലായിരുന്നു കേട്ടോ. ഞാൻ ചൂസ് ചെയ്യാത്ത പോലത്തെ ഓരോ സ്റ്റൈൽസ് ഒക്കെ ആട്ടോ ഓരോരുത്തർ എനിക്ക് സെലക്ട് ചെയ്ത് തന്നത്. കൊള്ളായിരുന്നു. പിന്നെ എന്താ പറയുക, ഇതുപോലെ ഇനിയും നമുക്ക് ഒത്തിരിയേറെ നല്ല വീഡിയോസ് ഒക്കെ വരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്, നമ്മുടെ സിവാമയിൽ ഇപ്പോൾ ഗ്രാൻഡ് ലോഞ്ചറി ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം ലോവസ്റ്റ് പോസിബിൾ പ്രൈസസിൽ കുറേ ഐറ്റംസ് സ്ലീപ്പ് വെയർ, നൈറ്റ് വെയർ ഇതൊക്കെ മേടിക്കാനായിട്ട് പറ്റും. പിന്നെ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള SARGLF 25 യൂസ് ചെയ്യണം. നിങ്ങൾക്ക് എക്സ്ട്രാ ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം കിട്ടും കേട്ടോ. എന്തായാലും ചെക്ക് ചെയ്ത് നോക്ക്. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പൈസ കുറച്ച് ഐറ്റംസ് മേടിക്കാനുള്ള നല്ലൊരു അവസരം. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കണ്ടാലോ. അതുവരേക്കും ബൈ.